ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ജനലിക്കൂടി ശ്രുതി കാണുന്നുണ്ട് ശ്രുതിയും സച്ചിയും രേവതിയെല്ലാം കൂടെ തൻ്റെ മോനുമായിട്ട് വന്ന് ഇറങ്ങുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ശ്രുതി ആകെ നിന്ന് പരിങ്ങും. വന്നിട്ട് ഓടി വന്ന് അമ്മയോട് പറയും, അമ്മ ഇതേ ശ്രുതി വന്നിരിക്കുന്നത്. ശ്രുതി വന്നോന്ന് ചോദിക്കും. ശ്രുതി മാത്രമല്ല സച്ചിയും രേവതി എല്ലാം ഉണ്ട്. അമ്മ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ ഇവിടെ ഉള്ള കാര്യം പറയരുത്, എങ്ങനെയും അത് മാനേജ് ചെയ്ത് വിടണമെന്ന് പറയും. ശ്രുതിയുടെ അമ്മ വാതുക്കലേക്ക് വരുമ്പോഴത്തേന് ഇവരെല്ലാം ഇറങ്ങി വന്നിട്ട് എല്ലാവരും സന്തോഷത്തോടെ കയറി വരുമ്പോഴത്തേന് ശ്രുതിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ എല്ലാവരും എവിടെ പോയതാണെന്നൊക്കെ. എന്ന് പറയും, ഞങ്ങൾ ഒരാളെ കാണാൻ പോയത് തപ്പി ഇറങ്ങിയതാണ്, ഇപ്പം പോലീസിൻ്റെ പണി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുക എന്നൊക്കെ സച്ചി പറയുന്ന കേൾക്കുമ്പോൾ രേവതി പറയും, ഒന്നും മിണ്ടായിരിക്കും സച്ചിയേട്ടാ, എന്തൊക്കെ ഈ പറയുന്നേ എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി വന്നിരിക്കുന്നുണ്ട് എല്ലാവരുടെ. രേവതി വിമലാൻറ്റി ഇതാണ് സച്ചിയേട്ടൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞ് ശ്രുതിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേന് ശ്രുതി ഇങ്ങനെ വിഷമിച്ചിരിക്കുക. എന്തു പറ്റി മോനെ, എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് വിമല ചോദിക്കും. അന്നേരം പറയും, ഇവൻ്റെ ഭാര്യയെ കാണാൻ പോയി, അവളൊരു ഫ്രോഡായിരുന്നു, അതിനെ തപ്പി ഇറങ്ങിയതാന്ന് പറയുമ്പോഴത്തേന് രേവതി പറയുന്നുണ്ട്, മിണ്ടായിരിക്കും സച്ചിയേട്ട, എന്തൊക്കെ ഈ പറയുന്നെന്ന്. ഉടനെ പറയും, അതല്ല, ഇവൻ്റെ ഭാര്യ രാവിലെ ഇവനുമായിട്ട് പിണങ്ങി ഇറങ്ങിപ്പോയതാന്ന് പറയും. അപ്പോഴത്തേന് ശ്രുതി ഇരുന്ന് അങ്ങ് കരയുന്നുണ്ട്. എന്താ മോനെ, എന്തിനാ നീ കരയുന്നെന്ന് വിമല ചോദിക്കുമ്പോഴത്തേന് ശ്രുതി പറയും, എൻ്റെ ഭാര്യ രാവിലെ വഴക്കിട്ട് ഇറങ്ങിപ്പോയതാ, എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് എൻ്റെ ശ്രുതിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു, ഞാൻ അവളുടെ അടുത്ത് ചെറിയൊരു തെറ്റ് കാണിച്ചു, വിവാഹത്തിന് മുമ്പേ ഞാൻ എൻ്റെ ജോലി പോയതായിരുന്നു, എന്നിട്ടും ഞാനത് പറഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്, അത് കഴിഞ്ഞ് എനിക്കൊരു ജോലി കിട്ടി, അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പോയി, അതെനിക്ക് ശ്രുതിയോട് പറയാൻ പറ്റത്തില്ലായിരുന്നു, ശ്രുതി എന്നെ വിട്ടു പോയാലോ എന്നൊക്കെ ഓർത്ത് ഞാൻ പറയാതിരുന്ന മനഃപൂർവ്വം, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എൻ്റെ ശ്രുതിയെ, എനിക്ക് ശ്രുതിയില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇരുന്ന് അങ്ങ് കരയാണ്. ജനലുകൾ നിൽക്കുന്ന ശ്രുതിക്കാണെങ്കിലും ശ്രുതിയുടെ കരച്ചിൽ കാണുമ്പോൾ അങ്ങ് സങ്കടമാണ്. അന്നേരത്തിന് ശ്രുതിയുടെ മകൻ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അന്നേരം ആ കുട്ടി വന്ന് പറയുന്നുണ്ട്, അതേ അങ്കിളെ, എൻ്റെ വിമാനം കണ്ടോ, എനിക്കിത് എൻ്റെ ആൻറ്റി മേടിച്ച് തന്നതാ, അങ്കിളിന് വേണമെന്നൊക്കെ ചോദിച്ച് നിൽക്കുമ്പോഴാണ് ശ്രുതി കരയുന്നത് കാണുന്നത്. അപ്പോൾ ചോദിക്കും, അങ്കിൾ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ച് ആ പ്ലെയിൻ എടുത്ത് താഴെ വെച്ചിട്ട് ശ്രുതിയുടെ കണ്ണൊക്കെ തുടയ്ക്കുന്നൊക്കെ ഉണ്ട്. അത് കാണുമ്പോഴത്തേന് ജനലിലൂടെ കാണുന്നുണ്ടല്ലോ ശ്രുതിക്ക് അങ്ങ് സങ്കടമാണ്. സച്ചിൻ രേവതിയും വരെ അത്ഭുതപ്പെട്ട് പോകുന്നുണ്ട് ശ്രുതിയുടെ കരച്ചിൽ കണ്ടിട്ട്. ശ്രുതി പറയും അന്നേരം, എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ തന്നെ ഇഷ്ടമാണ് ശ്രുതിയെ, അമ്മയെ എന്തുമാത്രം ഞാൻ സ്നേഹിക്കുന്നു, അത്രയ്ക്ക് ഞാൻ സ്നേഹിക്കുന്നുണ്ട് ശ്രുതിയെ, ശ്രുതി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അവൾക്കും അതുപോലെ തന്നെയായിരുന്നു, എന്നോട് ഒരുപാട് ഇഷ്ടമായിരുന്നു, ഞങ്ങൾ ഇത്രയും സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നു, എന്നിട്ട് എൻ്റെ ഈ ഒരു ചെറിയ തെറ്റ് അവളോട് ഞാൻ മറച്ചു വെച്ചത് അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അവൾ പോയി, അവളെ എങ്ങനെയും കണ്ടുപിടിക്കണം, എന്നിട്ട് അവളെ കാല് വീണാണെങ്കിലും എനിക്ക് മാപ്പ് പറയണം, എന്നിട്ട് അവളോട് എൻ്റെ കൂടെ ജീവിക്കാൻ പറയണമെന്നൊക്കെ പറഞ്ഞാണ് കരയുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ശ്രുതി പുറത്ത് നിന്ന് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ വിമല പറയുന്നുണ്ട്, സാരമില്ല മോനെ, ശ്രുതി ഇങ്ങനെ തിരിച്ചു വരും, മോൻ്റെ ഭാര്യ മോനെ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും, ഇപ്പം എല്ലാം മനസ്സിലായ അവൾ തിരിച്ചു വരികയും മോൻ്റെ കൂടെ ജീവിക്കുകയും ചെയ്യും, മോൻ അതിനുവേണ്ടി സങ്കടപ്പെടുകയൊന്നും വേണ്ട എന്ന് പറയും. അന്നേരം ആണ് ശ്രുതിക്കൊരു ആശ്വാസമൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയും നേരം കരഞ്ഞു കഴിയുമ്പോഴത്തേന് സച്ചി പറയുന്നുണ്ട്, മതിയുടെ കരഞ്ഞത്, വാ നമുക്ക് വീട്ടിൽ പോകാം, ഇനി വേറെ എവിടെയെങ്കിലുമൊക്കെ അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കാമെന്ന് പറയും. അതുപോലെ തന്നെ ശ്രുതിയുടെ കാര്യം വിമലയോട് ചോദിക്കുമ്പോൾ വിമല പറയുന്നത്, എനിക്കറിയത്തില്ല, ഇങ്ങനൊരു കുട്ടിയെ ഞാൻ ഈ ഭാഗത്തൊന്നും കണ്ടിട്ടേ ഇല്ല, എനിക്ക് ഒരു വിവരമില്ല, അറിയാമെങ്കിൽ അറിയുമ്പോൾ ഞാൻ അറിയിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് ഇവരോട് സമാധാനിപ്പിക്കുന്നുണ്ട്. ഞാൻ ചായ ഇടാമെന്ന് പറഞ്ഞ് വിമല അകത്തേക്ക് പോകുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് വിമല പുറത്ത് നിൽക്കുന്ന ശ്രുതിയുടെ അടുത്ത് എന്ന് ചോദിക്കും, ശ്രുതിക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടമെന്ന്. അമ്മ, ഈ ചായയും കാപ്പിയൊക്കെ ചോദിക്കാൻ പറ്റിയ സമയമാണോ ഇത്, എന്തെങ്കിലും കൊടുക്ക്, അവരെ എങ്ങനെയും പറഞ്ഞു വിടാൻ നോക്കുന്നൊക്കെ പറയും. അന്നേരം പറയും, അതല്ല, മരുമോൻ ആദ്യമായിട്ട് വീട്ടിൽ വന്നപ്പോൾ ഒന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ മോളെ, അതുകൊണ്ടാ എന്താ ഇഷ്ടമെന്നൊക്കെ അന്വേഷിക്കുന്നെന്ന് പറയും. അമ്മ അതൊന്നും നോക്കണ്ട, അവരെ പറഞ്ഞു വിടെന്ന് പറഞ്ഞ് ശ്രുതി അങ്ങ് വഴക്കാണ്. എന്നിട്ട് വിമല കൊണ്ട് ഇവർക്ക് ചായയോ കാപ്പിയോ എന്തോ കൊടുക്കുന്നുണ്ട്. ഇവരതൊക്കെ കുടിച്ചിട്ട് ഇവരെന്നാ ഇറങ്ങുക എന്ന് പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. പുറത്ത് കാറിൻ്റെ അവിടെ വന്ന് നിന്നും ശ്രുതി ഭയങ്കര കരച്ചിലാണ്. അത് വീടിൻ്റെ മറവിൽ നിന്നുകൊണ്ട്
ശ്രുതിയെ നോക്കി നിൽക്കുകയാണ് ശ്രുതി. എന്നിട്ട് ശ്രുതിക്ക് സങ്കടം വരുന്നൊക്കെ ഉണ്ട്, എന്നാൽ ഇറങ്ങി ചെല്ലുന്നൊന്നുമില്ല. അവർ പോയി കഴിയുമ്പോഴത്തേന് ശ്രുതി വന്ന് പറയുന്നുണ്ട്, അമ്മേ എന്നാലും ശ്രുതി എന്തുമാത്രം തെറ്റാ എന്നോട് കാണിച്ചെന്നൊക്കെ. നീ ഇങ്ങനത്തെ വർത്താനം പറയരുത്, അവൻ എന്ത് പാവമാ, നിന്നെ അന്വേഷിച്ച് അവൻ നടക്കുന്നത് കണ്ടില്ലേ, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്, എത്രയും പെട്ടെന്ന് നീ അവൻ്റെ അടുത്ത് പോയി താമസിക്കാൻ പറയും. ഞാൻ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആദ്യം ശ്രുതി വേളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നീ അവൻ എന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞേ ഈ വേളം ഉണ്ടാക്കുന്നത്? നിനക്കാണെങ്കിൽ എന്തുമാത്രം തെറ്റുകളാണ് നീ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്ക് ഞാൻ ചെറുപ്പത്തിലെ ഒരു വിവാഹം നടത്തി തന്നു, അതിലൊരു കുട്ടിയായി കഴിഞ്ഞപ്പോൾ അവൻ നിന്നെ കളഞ്ഞേച്ച് പോയി. ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ ശ്രുതിയോട് പറഞ്ഞിട്ടില്ലല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ അവൻ എന്ത് തെറ്റാ ഇത് മാത്രം ചെയ്തെന്ന് ചോദിക്കും. എന്നാലും അവൻ എന്നോട് ജോലിയുണ്ടെന്ന് കള്ളം പറഞ്ഞില്ലേന്ന്. ജോലിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിന്നോട് ഉള്ള സ്നേഹം കാരണമല്ലേ അവൻ അങ്ങനെയുള്ള ഒരു കാര്യം പറയാനായിട്ട് ശ്രമിച്ചത്. അല്ലാതെ നീ പറഞ്ഞ പോലുള്ള തെറ്റുകളൊന്നും അവൻ നിന്നോട് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയും. നിന്റെ കല്യാണം ഒരിക്കൽ കഴിഞ്ഞതാണെന്നും ആ കല്യാണത്തിൽ നിനക്കൊരു കുട്ടിയുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഇതുവരെ ശ്രുതിയോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് നീ ഇങ്ങനൊരു നിസ്സാര കാര്യത്തിന് വേണ്ടി അവനുമായിട്ട് പിണങ്ങി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. മേലിൽ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. അവിടെ തന്നെ നിന്നോണം, അവൻ്റെ കൂടെ ജീവിക്കാനായിട്ടാണ് നീ പോയിരിക്കുന്നത്, അവിടെ തന്നെ ജീവിച്ചോണം എന്നൊക്കെ വിമല ശ്രുതിയെ വഴക്ക് പറയുന്നുണ്ട്. ശ്രുതി എന്നവൻ പറയുന്നുണ്ട്, എന്നാലും രേവതി വന്ന് കണ്ടില്ലേ സച്ചിയും ശ്രുതിയെല്ലാം വിളിച്ചുകൊണ്ട് വന്നത്, അവൾക്ക് വേറെന്തോ ഉദ്ദേശം ഉണ്ടായിരുന്നു, എന്നെ മാനം കെടുത്താൻ വേണ്ടി മാത്രമായിട്ട് അവൾ ഈ നടക്കുന്നതെന്നൊക്കെ പറയും. അന്നേരത്തേന് വിമല പറയും, നിർത്തടി, നീ എന്താ പറയുന്നത്, എന്ന് പറഞ്ഞാലും നീ സച്ചിയെയും രേവതിയെയും അങ്ങ് കുറ്റം പറച്ചിൽ മാത്രം നടത്തുന്നത്. നീ എന്തിനാ അവരെ കുറ്റം പറയുന്നത്, അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, മേലിനി അവരെ കുറ്റം പറഞ്ഞു പോയേക്കരെന്ന് പറയും. നീ എത്രയും പെട്ടെന്ന് നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നോക്കാൻ പറയും, അവിടെ ചെന്ന് സമാധാനത്തോടെ കഴിയണമെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ആ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് ശ്രുതി. ശ്രുതിയുടെ വീട്ടിലേക്ക് പോകണോ അതോ ഇവിടെ നിൽക്കുന്ന അമ്മ വീട്ടിൽ നിർത്തത്തില്ല എന്നുള്ള കാര്യം ഉറപ്പായി. അങ്ങനെ നിൽക്കുന്ന ശ്രുതിയുടെ മുഖം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.